അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് അപകടം വിലയ്ക്ക് വാങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവില്ലേ? മറ്റൊന്നും ആലോചിക്കണ്ട. സിഗരറ്റ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ അപകടമാണെന്ന് നമുക്കറിയാവുന്ന സംഗതികളാണ്. എങ്കിലും കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർ ധാരാളം പേര് നമ്മുടെ കൂടെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ചിലരോടെങ്കിലും സ്വാതന്ത്ര്യം കൊണ്ടൊക്കെ നമ്മളത് വാങ്ങരുത്, ഉപയോഗിക്കരുത്, അപകടം ഉണ്ടാവും, ക്യാൻസർ വരും എന്നൊക്കെ പറയും. എങ്കിലും ഇത് ധാരാളമായിട്ട് വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളൊക്കെ കോടിക്കണക്കിന് വിറ്റുവരവുള്ള കമ്പനികളായിട്ട് നമ്മുടെ രാജ്യത്തുൾപ്പെടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഇന്ന് പറയുന്നതിന് കാരണം ഒരു സുഹൃത്തിൻ്റെ ഓർമ്മയിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സുഹൃത്താണ്. അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അദ്ദേഹം ഹാർട്ട് അറ്റാക്കാണ് വന്നിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ സാധാരണ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരും, അത് വന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പരസ്യങ്ങളിലൂടെ കേട്ടിട്ടുള്ളത്. എന്നാൽ സിഗരറ്റ് വലിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൂടെ കാരണമാകും എന്ന് മനസ്സിലാക്കിയത് അന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു ചർച്ച കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തുമായിട്ട് നടന്നപ്പോൾ ഈ സിഗരറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ സിഗരറ്റുകളോട് അറിഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് ഇത്രയും ആരാധന തോന്നുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള ഭ്രമം തോന്നുന്നത് എന്നൊക്കെ ഒരു സംഭാഷണം നടന്നിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഈ സിഗരറ്റ് പോലെയുള്ള പല ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. അതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 1964 ജനുവരി 11 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അതായത് അമേരിക്കയിൽ സിഗരറ്റുകൾ ക്യാൻസറിന് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം ഏർപ്പെടുത്താനുള്ള ഉത്തരവുണ്ടായത് എന്നുള്ള കാര്യം. അന്ന് 8 മില്യൻ്റെ കച്ചവടം ഉണ്ടായിരുന്ന ടുബാക്കോ ഇൻഡസ്ട്രി ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു പോയി എന്നുള്ളതാണ് വസ്തുത. 7,50,000-ഓളം കുടുംബങ്ങൾ ഈ ടൊബാക്കോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതങ്ങളെല്ലാം അനിശ്ചിതത്വത്തിലായിപ്പോയ ഒരു സാഹചര്യവുമാണ് ഈ ഒരൊറ്റ പ്രഖ്യാപനത്തോടു കൂടിയും നിരോധനത്തോടു കൂടിയും ഉണ്ടായത്. അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന ഭൂരിഭാഗം സിഗരറ്റ് ഉൽപ്പാദകരായിട്ടുള്ള കമ്പനികളുടെയും ബിസിനസ് തകരുകയും ബിസിനസ് സാമ്രാജ്യങ്ങൾ തന്നെ തകർന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അന്ന് 1% മാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കമ്പനി ആ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ 4ാമത്തെ കമ്പനിയായിട്ട് വളർന്ന് വലുതായതും അതിലൂടെ അവർ 58 മില്യൺ കച്ചവടമുള്ള ഒരു വലിയ വ്യവസായ സാമ്രാജ്യമായി മാറിയതും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം. ആ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തരാം. മാൾബോറോ എന്നാണ് ആ കമ്പനിയുടെ പേര്. മാൾബോറോയുടെ സിഗരറ്റുകൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഒരുപാട് പേര് മാൾബോറോ സിഗരറ്റിൻ്റെ ആരാധകരാണ്. മാൾബോറോ സിഗരറ്റൊക്കെ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് വലിച്ചു പുകവിടുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും മാൾബോറോ സിഗരറ്റുകളൊക്കെ വലിക്കുന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കാണാറുമുണ്ട്. 1970-കളിൽ ടെലിവിഷനുകളിലൊന്നും സിഗരറ്റുകളുമായി ബന്ധപ്പെട്ട സിഗരറ്റിൻ്റെ പരസ്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ലെന്നൊക്കെയുള്ള നിയമം US-ൽ വന്നതിന് ശേഷമാണ് ഈ കമ്പനിക്ക്, മാൾബോറോയ്ക്ക്, ഇത്രയും വലിയ വളർച്ചയുണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഈ തരത്തിലുള്ളൊരു വൻ വളർച്ചയിലേക്ക് അവർ കടന്നു കയറിയത് ഒരു പ്രത്യേക തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ലൈഫ് സ്റ്റൈൽ അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് ആൾക്കാരെ സ്വാധീനിക്കുന്നത് എന്നറിയണമെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ആ ഉദാഹരണം മറ്റൊന്നുമല്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴും നമ്മുടെയൊക്കെ ക്രിക്കറ്റിലെ ദൈവം അല്ലെങ്കിൽ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ്. അന്ന് സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്നതും സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുന്നതും സച്ചിൻ തെണ്ടുൽക്കർ ആ ബാറ്റുമായിട്ട് നടന്നു വരുന്നതും ഒക്കെ ഒരു ഭയങ്കര കാഴ്ചയായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശമായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യം. അന്ന് ഞങ്ങളൊക്കെ സച്ചിൻ്റെ ആ ചെറിയ രൂപത്തെയോ അദ്ദേഹം ഇടുന്ന ആ ജേഴ്സികളെയോ ഒന്നുമല്ല ശ്രദ്ധിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സച്ചിൻ്റെ കയ്യിലിരിക്കുന്ന ആ ബാറ്റാണ്. ആ ബാറ്റ് കൊണ്ടുള്ള നെടുങ്കൻ അടികളാണ്.
ആ ബാറ്റ് എപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നാലും അതിൽ എഴുതി വച്ചിരിക്കുന്ന 3 അക്ഷരം നമുക്ക് സച്ചിന് തുല്യമായിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. ആ അക്ഷരങ്ങൾ ഏതാണെന്ന് അന്നത്തെ ബാറ്റ് കണ്ടിട്ടുള്ളവർ, സച്ചിൻ ഉപയോഗിക്കുന്ന ബാറ്റുകൾ ആരാധനയോടെ നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. MRF എന്നാണ് ആ ബാറ്റിൽ എഴുതിയിരുന്ന 3 അക്ഷരങ്ങൾ. അന്നൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ MRF എന്ന് എഴുതിയ ഒരു ബാറ്റ് കയ്യിലുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങോട്ട് ബാറ്റ് ചെയ്യാൻ ക്രീസിലോട്ട് പോകുന്നത് സച്ചിനായിട്ടാണ് പോകുന്നത്. കാര്യം സച്ചിൻ ഉപയോഗിക്കുന്ന ബാറ്റിൽ എഴുതിയിരിക്കുന്ന MRF എന്ന ആ 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ള ബാറ്റ് കയ്യിലെത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് സച്ചിനായി മാറി അടിച്ച് തകർക്കുമെന്നുള്ള രീതിയിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അടിക്കുമോ, തകരുമോ, സ്റ്റമ്പ് വീഴുമോ, ഡക്കാവുമോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. എങ്കിലും ഈ ബാറ്റ് കയ്യിലെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഏതെങ്കിലും വിധത്തിലൊക്കെ ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ നമുക്ക് അവസരം ഉണ്ടായാൽ, ഈ ക്രിക്കറ്റ് ബാറ്റ് വിൽക്കുന്ന കടയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ക്രിക്കറ്റ് ബാറ്റ് ശ്രദ്ധിക്കില്ല. MRF എന്ന് എഴുതി വെച്ചിരിക്കുന്ന സച്ചിൻ ഉപയോഗിക്കും പോലത്തെ ബാറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങുന്ന കാര്യം. അന്ന് ഇംഗ്ലീഷ് വില്ലോ എന്നോ കാശ്മീർ വില്ലോ എന്നൊക്കെ ഉള്ള ബാറ്റുകളുടെ സ്പെക്കുകളൊന്നും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യം, MRF എന്ന് എഴുതിയ സച്ചിൻ്റെ ബാറ്റ് വേണം. ആ ഒരൊറ്റ എഴുത്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പേരുകളുള്ള ഒരു ബാറ്റ് ധാരാളമായിട്ട് വിറ്റുപോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ MRF എന്ന് പറയുന്ന ബ്രാൻഡ് സച്ചിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ നേട്ടമാണ് ഈ ബാറ്റുകളുടെ കച്ചവടം എന്ന് ധരിക്കരുത്. തുടക്കത്തിൽ ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് ഈ MRF എന്ന് പറയുന്നത് സച്ചിൻ്റെ ബാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ MRF എന്ന് പറയുന്നത് സച്ചിൻ്റെ ബാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരല്ല. കാറുകളുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ടയറുകൾ ഉണ്ടാക്കുന്ന ഒരു റബ്ബർ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേരാണ് MRF എന്ന് പറയുന്നത്. MRF എന്ന് പറയുന്നത് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സച്ചിനെ സ്പോൺസർ ചെയ്തതിലൂടെ സച്ചിൻ്റെ ബാറ്റിൽ MRF എന്ന് പറഞ്ഞ 3 അക്ഷരം എഴുതി വെക്കാൻ കഴിഞ്ഞതിലൂടെ MRF എന്ന് പറയുന്ന കമ്പനി ഒരു വമ്പൻ കച്ചവട ലാഭമാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് വസ്തുത. ഈ സച്ചിൻ്റെ ബാറ്റിൽ എഴുതി വെച്ച MRF എന്നുള്ള 3 അക്ഷരം എഴുതി വയ്ക്കാൻ കാണിച്ച ആ ബുദ്ധിയെ, ആ മാർക്കറ്റിംഗ് തന്ത്രമാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതേ സെയിം തന്ത്രം ഇപ്പോഴും പല കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ തരത്തിൽ സച്ചിൻ്റെ ബാറ്റിൽ എഴുതി കഴിഞ്ഞ ആ എഴുതി വെച്ച MRF പോലെ വിജയിച്ച മറ്റൊരു ബാറ്റാണ് നമ്മുടെ പഴയ ക്യാപ്റ്റൻ, നമുക്ക് 2020 വേൾഡ് കപ്പും അന്താരാഷ്ട്ര വേൾഡ് കപ്പും ഒക്കെ നേടിത്തന്ന ധോണിയുടെ ബാറ്റിൽ എഴുതി വെച്ചിരുന്ന റീബോക്ക് എന്ന് പറയുന്ന ആ പേര്. റീബോക്ക് എന്ന് പറയുന്ന ബാറ്റുകൾ ഒരു സമയത്ത് വലിയ തരംഗമായിരുന്നു എന്നുള്ള കാര്യം ക്രിക്കറ്റ് ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ബാസ്കറ്റ് ബോൾ ടീമിൻ്റെ നായകനായിരുന്ന, നെടുന്തൂണായിരുന്ന, മാജിക് ജോർദാൻ എന്ന് നമ്മൾ വിളിച്ചിരുന്ന മൈക്കൽ ജോർദാൻ്റെ പേരിൽ നൈക്കി ഇറക്കിയ ജോർദാൻ എയർ അല്ലെങ്കിൽ എയർ ജോർദാൻ എന്ന പേരിൽ ഇറക്കിയ ഷൂസുകളുടെ ഒരു വലിയ സീരീസ്. ആ ഒരു ഒറ്റ പേരുകൊണ്ട് തന്നെ ജോർദാൻ ഈ ഷൂസുകൾ അണിഞ്ഞ് കളിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ജോർദാൻ്റെ കാലിൽ കാണുന്ന നൈക്കിയുടെ ഷൂസ് ഉപയോഗിച്ച് ഈ ഒരു വലിയ വ്യവസായം അവരുണ്ടാക്കിയെടുത്തു. വമ്പൻ ബിസിനസ് നൈക്കി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതും വസ്തുതയാണ്. 18 വർഷത്തിൽ കൂടുതലായി മൈക്കൽ ജോർദാൻ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്ന് വിരമിച്ചിട്ട്. എന്നാൽ ഇന്നും $100 കോടി അദ്ദേഹത്തിന് ഓരോ വർഷവും ഈ ഷൂസിൻ്റെ, ഈ പേരിൻ്റെ, ജോർദാൻ എന്ന് പറയുന്ന എയർ ജോർദാൻ എന്ന് പറയുന്ന ആ പേരിൻ്റെ റോയൽറ്റി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര വലുതാണ് ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന തന്ത്രത്തിൻ്റെ വിജയവും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സമ്പത്തിൻ്റെ ആ ഒരു വലിയ അളവ് എന്ന്. ശരിക്ക് 1960കളിൽ ഈ സിഗരറ്റുകൾക്ക് നിരോധനം ഉണ്ടാകുന്ന സമയത്ത് ഈ മാൾബറോ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സിഗരറ്റുകളായിരുന്നു. ഈ നിരോധനം വന്ന് കച്ചവടമൊക്കെ പൂട്ടി പെട്ടിയും മടക്കി പോകേണ്ടി വരും എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഈ മാൾബറോയുടെ പാരന്റ് കമ്പനി ഫിലിപ്പ് മോറിസൺ എന്താ എന്ന് ചെയ്തത് എന്ന് വെച്ചാൽ, അവർ ഒരു പുതിയ തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം ആവിഷ്കരിക്കുകയാണ് ചെയ്തത്.
അന്നും ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ ആരാധിക്കുന്ന സൂപ്പർ ഹീറോ അല്ലെങ്കിൽ മാൻലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പൗരുഷം തുളുമ്പുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ ചെയ്യുവാനും അവരെ പോലെ വേഷം ധരിക്കുവാനും അവരുടെ രീതിയിൽ നടക്കുവാനും കുടിക്കുവാനും കിടക്കുവാനും ഇരിക്കുവാനും വാഹനം ഓടിക്കുവാനും സിഗരറ്റ് വലിക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും അനുകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന തലമുറകളാണ് അന്നും ഇന്നും എന്നും ഉള്ളത്. ഈ 60കളിലൊക്കെ പ്രധാനപ്പെട്ട പുരുഷന്മാരുടെയൊക്കെ സ്ത്രീകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് കൗബോയ്സ് ആയിരുന്നു. കൗബോയ്മാരെ നിങ്ങൾക്കറിയാം, പ്രത്യേക തരത്തിലുള്ള തൊപ്പിയൊക്കെ വെച്ച് ജീൻസിൻ്റെ പുറത്തേക്ക് വലിയ ആംഗിളുള്ള ഷൂസൊക്കെ ഇട്ട് വലിയ കോളറുള്ള ഷർട്ടൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റൊക്കെ ഇട്ട് കുതിരപ്പുറത്തൊക്കെ വരുന്ന കൗബോയ്സ്. അവർ ഉത്തമ ലക്ഷണമുള്ള പുരുഷന്മാരായിരിക്കും. നല്ല ശാരീരിക ക്ഷമതയും സൗന്ദര്യവും ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കുന്ന തരത്തിലുള്ള രൂപഭംഗിയുമുള്ള ആൾക്കാരായിരിക്കും. ഈ തരത്തിലുള്ള ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് മാൾബറോ പുതിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, മാർക്കറ്റിംഗ് കഥാപാത്രമാണ് മാൾബോറോ മാൻ. ഈ കഥാപാത്രത്തെ അവർ അവതരിപ്പിക്കുകയും പത്രങ്ങളിലെ അച്ചടി മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ മാൾബോറോ മാൻ്റെ ആദ്യത്തെ പരസ്യങ്ങൾ പടങ്ങളൊക്കെ കൊടുക്കുകയും തുടർന്ന് TV-യിലേക്കൊക്കെ ഇവർ കടന്നു കയറുകയും ചെയ്തു. ഇതൊരു കഥ പോലെയാണ് ഈ പരസ്യം എപ്പോഴും സഞ്ചരിക്കുന്നത്. കഥകളെന്ന് പറയുമ്പോൾ ഈ ഇത്രയും ഉത്തമനായ അല്ലെങ്കിൽ യോഗ്യനായ എല്ലാ തരത്തിലുള്ള യോഗ്യതകളുള്ള നല്ല ഒരു പുരുഷൻ, ഒരു കൗബോയ്, അയാളുടെ യാത്രകൾ, കുതിരകളുമായിട്ടുള്ള അയാളുടെ സഞ്ചാരങ്ങൾ, അയാളുടെ സമൂഹത്തിലെ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ചിത്രീകരിക്കുകയും അതിനോടൊപ്പം തന്നെ സിഗരറ്റ് വലിക്കുന്ന രംഗങ്ങൾ സ്വാഭാവികമായിട്ട് സൃഷ്ടിച്ചെടുക്കുകയും വലിക്കുന്ന സിഗരറ്റ് മാൾബോറോ തന്നെ ആയിരിക്കുവാൻ അല്ലെങ്കിൽ മാൾബോറോയുടെ സിഗരറ്റുകൾ വലിക്കുന്നത് വളരെ വ്യക്തതയോടെ കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പരസ്യത്തെ നിർമ്മിച്ചെടുത്തത്. അതുമാത്രമല്ല, ഈ ഒരു സീരീസിലെ എല്ലാ അഡ്വർടൈസ്മെൻറ്റുകളിലും മിനിമം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 സെക്കൻഡിന് ഉള്ളിൽ മാത്രമായിരിക്കും ഈ മാൾബോറോ സിഗരറ്റുകളെ കാണിക്കുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം സമയത്തും ഈ കഥാപാത്രത്തെ, ഈ കൗബോയിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യങ്ങൾ, ഈ കൊമേഴ്സ്യലുകൾ ടെലിവിഷനിലേക്ക് ചെന്നപ്പോൾ അവർക്ക് സിഗരറ്റ് നിരോധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പരസ്യങ്ങൾ നിരോധിക്കുവാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ കഥാപാത്രത്തിന് സമൂഹത്തിൽ വളരെ വലിയ തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവുകയും ഈ കഥാപാത്രം ഉപയോഗിക്കുന്ന മാൾബോറോ എന്നുള്ള സിഗരറ്റ് പുരുഷത്വത്തിൻ്റെ ലക്ഷണമായി മാറുകയൊക്കെ ചെയ്തു. അതോടുകൂടി ഈ മാൾബോറോ സിഗരറ്റിന് ധാരാളം ആരാധകരുണ്ടാവുകയും അവരുടെ കച്ചവടം കുതിച്ചുയരുകയും ചെയ്തു. ഒരൊറ്റ കഥാപാത്ര സൃഷ്ടിയിലൂടെ മാൾബോറോ എന്ന് പറയുന്ന ബ്രാൻഡ് കീഴടക്കിയത് ലോകം മുഴുവനുള്ള സിഗരറ്റ് വലിക്കാരായിട്ടുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ പോക്കറ്റുകളായിരുന്നു, കീശകളായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് 58 മില്യൻ്റെയൊക്കെ വലിയ വ്യവസായ സാമ്രാജ്യമായിട്ടാണ് മാൾബോറോ വളർന്നു നിൽക്കുന്നത്. ഇവരുടെ വളർച്ചയിൽ ഇവരറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെയൊക്കെ ഈ സിഗരറ്റുകൾക്ക് അടിമകളാക്കി മാറ്റി നമ്മളെ കയ്യിലുള്ള കാശ് അവരുടെ കീശയിലേക്ക് മാറ്റി സമ്പന്നരാവുകയാണ് അവർ ചെയ്തത്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ആരോഗ്യദൃഢഗാത്രരായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. നമ്മളുള്ള പലരും ഈ സിഗരറ്റൊക്കെ വാങ്ങി വലിച്ച് ചുമച്ച് ഈ കഥാപാത്രത്തെ കണ്ട് ഈ വലിക്കുന്ന സമയത്തൊക്കെ നമ്മളും ഈ തരത്തിലുള്ള കൗബോയ് ആണെന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാക്കി വെക്കാൻ ഈ മാൾബോറോ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മലയാള സിനിമയിൽ ധാരാളം സിഗരറ്റ് വലിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും തുടങ്ങി പൃഥ്വിരാജിൻ്റെ വരെയുള്ള, നിവിൻ പോളിയുടെ വരെയുള്ള, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെയും ജയസൂര്യയുടെയും ഒക്കെ സിഗരറ്റ് വലിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള രംഗങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്നതൊക്കെ കണ്ട് അത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആരാധന തോന്നിയൊക്കെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വന്ന ടൊവിനോ തോമസിൻ്റെ തീവണ്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ സിഗരറ്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്നും അവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് അത് തകർത്ത് കളയുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് അയാൾ കര കയറുന്നതെന്നും ആ കര കയറുന്നതിന് വേണ്ടി അയാൾ നടത്തുന്ന അധ്വാനങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ സിനിമ കണ്ടിട്ട്, തീവണ്ടി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എത്ര പേർ സിഗരറ്റ് വലി നിർത്തി എന്നറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള നായകന്മാരെ ഉപയോഗിച്ചുള്ള
സ്റ്റൈലിഷ് ആയിട്ടുള്ള സിഗരറ്റ് വലിയുടെ രംഗങ്ങൾ ഉപയോഗിച്ചും പരസ്യങ്ങൾ ഉപയോഗിച്ചും ധാരാളം ആൾക്കാരെ സിഗരറ്റിൻ്റെ അടിമകളായി സൂക്ഷിക്കുവാൻ വലിയ വലിയ ടുബാക്കോ കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതുപോലെയുള്ള ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള പരസ്യങ്ങളിലൂടെ ഒരുപാട് പേരെ അടിമകളാക്കി പല ഉൽപ്പന്നങ്ങളും വിറ്റഴിച്ച് നമ്മുടെ സമൂഹത്തെ കൊള്ളയടിച്ച് കീശ വീർപ്പിക്കുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിനുള്ളിൽ തന്നെയുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുകയും നമ്മുടെ ജീവൻ വലുതാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് അകന്ന് നടക്കുകയും മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി.